കേരളത്തിന്റെയും ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെയും ധീരയായ ആനി മസ്ക്രിൻ 1902 ജൂൺ 6 അന്നത്തെ തിരുവിതാംകൂർ, ഇന്നത്തെ തിരുവനന്തപുരം വഴുതക്കാട് ഒരിടത്തരം ലത്തീൻ കത്തോലിക്ക കുടുംബത്തിൽ ഗബ്രിയേൽ മസ്ക്രിൻ മറിയം ദമ്പതികളുടെ മകളായി ജനിച്ചു. ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയും ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്ത ധൈര്യശാലി. തിരുവനന്തപുരത്ത് മഹാരാജാസ് കോളേജിൽ നിന്ന് ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും MA കരസ്ഥമാക്കി. സീലോണിലെ അധ്യാപന ജോലിക്ക് ശേഷം തിരുവനന്തപുരത്തെ ലോ കോളേജിൽ നിന്ന് നിയമത്തിൽ ബിരുദവും കരസ്ഥമാക്കി. തിരുവിതാംകൂർ അസംബ്ലിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രഥമ വനിത, തിരുക്കൊച്ചിയിലെ ആദ്യ വനിതാ മന്ത്രി, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗവും ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പുവച്ച ആദ്യ തിരുവിതാംകൂർ സാമാജിക, സ്വാതന്ത്ര്യ സമര സേനാനി, സ്റ്റേറ്റ് കോൺഗ്രസ് നേതാവ്, പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ സാമാജിക, തിരുവിതാംകൂറിൽ നിന്നും ഉത്തരവാദ ഭരണ സമരത്തിൽ ഏറ്റവും അധിക കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര സേനാനി, സ്ത്രീ സംവരണം ഉൾപ്പെടെ സ്ത്രീ ശാക്തീകരണത്തിനായി നിരന്തരം ശബ്ദമുയർത്തി. മദ്രാസ് ഹൈക്കോടതിയിലെ പേരുകേട്ട അഭിഭാഷിക. ഇങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത കേരളത്തിന്റെ സ്വന്തം ഝാൻസിറാണി 1963 മരണമടഞ്ഞു. പാറ്റൂർ സെന്റ് പീറ്റർ ചർച്ച് സെമിത്തേരിയിൽ അടക്കം ചെയ്യപ്പെട്ടു. ആനി മസ്ക്രിനോടുള്ള ദീപ്തമായ സ്മരണ നിലനിർത്തുന്നതിനായി തിരുവനന്തപുരം വഴുതക്കാട് വുമൻസ് കോളേജിന് മുൻപിലായി ആനി മസ്ക്രിൻ സ്ക്വയറും പ്രതിമയും സ്ഥാപിച്ചു.